So this is my itinerary leg. ഇവിടെ നിന്ന് നേരെ പറന്നാൽ ഡൽഹി. അവിടെ ആലീസിനെ തിരിച്ചാക്കണം. From Delhi straight to Frankfurt. കോളൻ സ്മിത്തിന്റെ കൺഫർമേഷൻ അതിലുണ്ട്. അവിടെ തെർമൽ പ്രോജക്ടിന്റെ ഡീൽ ഒപ്പുവെച്ചിട്ട് ബോർഡ് മീറ്റിംഗും ഫോർമാലിറ്റീസും ഒക്കെ കഴിഞ്ഞാൽ ടു ലണ്ടൻ റുട്ടീൻ വർക്ക്. അത് കഴിഞ്ഞാൽ ചെറിയൊരു കച്ചവടം. നമ്മുടെ ഈ പഴയ എയർക്രാഫ്റ്റ് ഒന്ന് തൂക്കി വിട്ടിട്ട് പുതിയൊരെണ്ണം വാങ്ങുന്നു. ദെൻ ടു സ്റ്റേറ്റ്സ് ഏറിയയിൽ ഒറ്റയാഴ്ച. പിന്നെന്താ തിരിച്ച് ബോംബെ വഴിക്ക്? അവിടെ കച്ചവടവും കരാറൊപ്പുവെക്കലൊന്നുമില്ല ചന്ദ്രേട്ടൻ. നൂതൻ വിളിച്ചിരുന്നു. ചന്ദൻ പാപ്പ ഇസ് നോട്ട് വെൽ. നത്തിങ് സീരിയസ്. ഏതോ ഒരു വാൽവിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടോന്ന് സംശയം. ബൈപ്പാസ് വേണ്ടിവരുമെന്ന് പറയുന്നില്ല ഡോക്ടർമാർ. മൈ ഗോഡ്. ഹീൽ കം ത്രൂ ഇറ്റ്. അറിയാമല്ലോ, ഈ 70-ാം വയസ്സിലും ആസ് സ്ട്രോങ് ആസ് എ ഹോഴ്സ്. അതാണ് ചന്ദൻ പാപ്പ. സോ ദാറ്റ് there is every chance for me to get held up in Bombay for 4-5 days. Come. Good morning, Chairman. Good morning, Miss Nair. Oh God. നീ പറ്റിച്ചെടുന്നല്ലോടാ. You are on time. Yeah, just made it. ദാ കണ്ടില്ലേ, ഉത്തരവാദിത്തങ്ങൾ നിർബന്ധമായിട്ട് കെട്ടിയേപ്പിച്ചപ്പോ ഒറ്റ ദിവസം കൊണ്ട് ഇവന് ആളെ മാറിപ്പോയത് കണ്ടില്ലേ ചന്ദ്രേട്ടാ? യെസ്. സോ ദാറ്റ്സ് ഇറ്റ്. രവി പറഞ്ഞതാ ശരി. ഹി ലുക്സ് ഫിറ്റ്, മെയ്ഡ് ഫോർ ദ ജോബ്. ദാ രവിയുടെ ട്രാവൽ ഷെഡ്യൂൾ. കീപ് യുവർ കോപ്പി. Thank you. പിന്നെ ചന്ദ്രേട്ടൻ, ദാ ഇവനെ ഇങ്ങനെ നമ്മളിവിടെ പിടിച്ച് കുറ്റിയടിച്ച് കെട്ടിയെന്ന് വെച്ച് ചുമലിന്ന് മുഴുവൻ ഭാരങ്ങളും ഒറ്റയടിക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിക്കണ്ട. ബി വിത്ത് ഹിം. യെസ്. എന്തൊക്കെയാ ചുമതലകൾ എന്നവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഗൈഡ് ചെയ്യണം. വേണ്ടി വന്നാൽ ശാസിക്കാം, ചെവിക്ക് പിടിക്കാം, അനുസരിപ്പിക്കേണ്ടെന്ന് അനുസരിപ്പിക്കാം. He will listen to you. കേട്ടോടാ? May I come in, sir? Come in. Morning, sir. Morning. രവി, ദാ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കിരണിന്റെ സെക്രട്ടറി ആയിട്ട്. ഷീസ് ഡെമി. Hello. Hello. Good. And Kiran, have a good day. See you. See you. Demi. Yes, sir. May I help you? Demi. Yes. Tell me, sir. Yeah. To start with one black tea, strong. Sure, sir. ചന്ദ്രേട്ടൻ. യെസ്. പറയണമെന്ന് പലതവണ മനസ്സിൽ വിചാരിച്ചാണ്. But I didn't want it to sound awkward. ഇതുപോലെയുള്ള യാത്രകൾ പതിവാണെങ്കിലും മുൻപൊരിക്കലും ഇതുപോലൊരവസ്ഥയിൽ ഇവിടം വിട്ട് നിന്നിട്ടില്ല ഞാൻ. യു മീൻ കിഷൻ ഭട്ട? യെസ്. ഞാനിങ്ങനെ സ്ഥലത്തില്ലാന്നറിയുമ്പോ പുതിയതെന്തെങ്കിലും ഒരു ദുർബുദ്ധിക്ക് ശ്രമിച്ചുകൂടാന്നില്ല അവൻ. നത്തിങ്. ഇനി അവൻ ഒന്നിനും ധൈര്യപ്പെടാൻ പോണില്ല രവി. ഹി ഹാസ് ഹാഡ് ഇറ്റ്. ആ ഭാഗത്തുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഞാൻ. ഓക്കെ. അതുകൊണ്ട് തന്നെ കൂടുതൽ സൂക്ഷിക്കണം ചന്ദ്രേട്ടൻ. എന്റെ ആബ്സൻസിൽ പ്രത്യേകിച്ചും. ഇനി ഒരിക്കൽ കൂടി ചതിവ് പറ്റാൻ പാടില്ല ചന്ദ്രേട്ടൻ. ഇല്ല രവി. I'll be careful. ഗുഡ്. ഞാൻ തിരിച്ചെത്തുന്നവരെ അമ്മ അടക്കം എല്ലാത്തിന്റെയും സേഫ്റ്റി ചന്ദ്രേട്ടന്റെ കയ്യിലാണ്. ഓർമ്മയുണ്ടല്ലോ? രവി, ഉറപ്പ്. You can trust me. Cheers. Thanks. നീ വെയിറ്റ് ചെയ്താൽ മതി, അറസ്റ്റ് പ്ലീസ്. ആലീസ്, എവിടെ ആലീസ്? ഇത്തിരി ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ അവള്. ഇപ്പഴിങ്ങ എത്തും. പതിവാവക്കത്. അല്ല, ഇതെന്താ നീ എങ്ങനെ ഇതൊക്കെ ആയിട്ട്? ജസ്റ്റ് ഹെൽപ്പിംഗ് ആലിസ്. യാത്രയ്ക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ അവള് പോയിരിക്കുന്നത്. ഓഫീസിൽ നിന്ന് ലേന വരും. അവൾക്കെതിരെ ഈ പണികളൊക്കെ. ചുമ്മാ നീ വെറുതെ ബുദ്ധിമുട്ടല്ല. അതിനിപ്പോ ആര് പറഞ്ഞു എനിക്കിതൊക്കെ ബുദ്ധിമുട്ടാവുന്ന്? അതെ, മുൻപൊരിക്കൽ കുറെ പെയിന്റർ ഫ്രണ്ട്സിന് സഹായിക്കാൻ ലണ്ടനിൽ ഒരു സ്മോൾ ടൈം ആർട്ട് ഗാലറി വിലയ്ക്ക് വാങ്ങിയപ്പോ രവി മാമനെ കോൺഷ്യർ ഓഫ് ആർട്സ് എന്ന് വാഴ്ത്തിയിട്ടുണ്ടെന്ന് ചില പത്രങ്ങൾ. പക്ഷേ ഇന്നിപ്പോ റിനൗണ്ട് ഡാൻസർ അമ്മു സ്വാമിനാഥനെ കൊണ്ട് ഇങ്ങനെ എന്റെ വീട്ടിലെ അടിച്ചളിയും അടുക്കളപ്പണിയും ഒക്കെ ചെയ്യിക്കുന്നു എന്ന് പുറത്തെങ്ങാനും അറിഞ്ഞു പോയാലുണ്ടല്ലോ, തീർന്നു. എന്നെ വല്ല കലാഘാതകനൊന്നോ മറ്റോ എഴുതി തുലച്ചു കളയും പത്രങ്ങൾ. ഇനിയുണ്ടോ? പക്ഷെ ഈ പറയുന്ന സോക്കോൾഡ് റിനോൺ ഡാൻസർ അമ്മു സ്വാമിനാഥൻ ഇഷ്ടമാണെങ്കിലോ ഈ രവി മാമന്റെ വീട്ടിലെ അടിച്ചു തെളിയും അടുക്കള വേലയൊക്കെ? രവിചയ പ്ലീസ്, മനസ്സിലായില്ലെന്ന് ഭാവിക്കരുത്. It hurts so deep. അമ്മു, what do you mean? Yes, അമ്മു, നിനക്ക് എന്റെ ഇച്ഛായനോട് ഇഷ്ടമാണ്.
ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ ആലീസ് ഇങ്ങനെ കളിയാക്കുമ്പോഴും അവളുടെ ഒരു കുട്ടിക്കളിയിൽ നിന്ന് ചിരിക്കാറേ ഉള്ളൂ ഞാൻ. ബട്ട് നൗ ഐ നോ. ദാ ഇവിടെ ഇങ്ങനെ ആരോരും ഇല്ലാതെ വന്നു പെട്ട് ഇത്രയുമൊക്കെ സ്നേഹം നിങ്ങൾ വാരിക്കോരി തരുമ്പോഴും ഇത്രയുമൊക്കെ നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴും ഏത് പെണ്ണിനും ഒരുപാട് ഇഷ്ടം തോന്നിപ്പോകുന്ന ഈ അവസ്ഥയിലും പാടില്ല എന്ന് എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാ ഞാൻ. കഴിഞ്ഞില്ല. Now I am scared that I am lost in love. അമ്മോ, ഞാൻ എനിക്കറിയാം രവിച്ചായന്റെ പഴയ കാര്യങ്ങളൊക്കെ. പഴയതൊന്നും രവിച്ചായൻ ഒരു കാലത്തും മറക്കാൻ പറ്റില്ല എന്നും അറിയാം. ഒരു പെണ്ണിന് ജീവിതത്തിൽ തരാൻ കഴിയുന്ന മുഴുവൻ സ്നേഹവും ഒരൊറ്റ സൂസനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു എന്നും എനിക്കറിയാം. സോറി, പഴയതോരോന്ന് ഓർമ്മിപ്പിച്ച് വെറുതെ ഹേർട്ട് ചെയ്തു ഞാൻ രവിച്ചായന്. ഏയ് സാരില്ല. പ്ലീസ്, ഒരു അപേക്ഷയുണ്ട് എനിക്ക്. ഇത്തവണ ഞാനൊരു വിഡ്ഢി തീരുമാനമെടുത്തു എന്ന് കളിയാക്കരുത് രവിച്ചായൻ. ഐ വാണ്ട് ടു ഗോ ബാക്ക്. ഇനി ഇവിടെ നിന്നാല് എനിക്കറിയില്ല, ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകും ഞാൻ നിങ്ങളെ. I can't help it. അമ്മോ, അന്ന് പറഞ്ഞിരുന്നില്ലേ ഇച്ചായൻ എനിക്ക് എന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാമെന്ന്? ഇച്ചായൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. Hi, Captain. Hello, Mr. Nair. Hello. Oh God, he's Yeah, he's coming. Hi, Ravi. ഹായ് ക്യാപ്റ്റൻ ഖാദർ, ഹൗ ആർ യു? Fine, thank you. Now come, sir. We're already late. ഇപ്പൊ തന്നെ ടേക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ we'll upset all our schedules. ആലിസ് എവിടെ? അതെ മേജർ, ദേ ഇവിടെ ഒരുത്തി മോന്തേക്ക് ഇങ്ങനെ കെട്ടി വീർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ദേ വഴിയിലെങ്ങാനും മൂങ്ങയാണ്ടല്ലോ, മോളിൽ നിന്ന് എടുത്ത് താഴേക്ക് ഇട്ടോണം ഈ സാധനത്തിന്. പോടാ, നീ ഇങ്ങനെ ചുമ്മാ സെന്റിമെന്റ്സ് പറഞ്ഞാലൊന്നും കരയാൻ പോലുള്ള എന്റെ പെങ്ങളെ. ഷീ ഈസ് വെരി സ്ട്രോങ്. ലെഡി, നീ ഇവിടെ കൊണ്ട് പ്ലെയിൻ എടുത്ത് വാ. അല്ല, ഇവിടെ ഒരാൾ ഇങ്ങനെ കൂനിപ്പിടിച്ച് തനിച്ചു മാറി നിപ്പുണ്ടല്ലേ, ഇപ്പൊ മറന്നേനെ. സോ സ്റ്റിൽ കൺഫ്യൂസ്ഡ് അല്ലേ? അതെ, ഞാൻ ഈ യാത്രയും തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഉണ്ടാവില്ല, പറന്നു കളയും ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞില്ലേ? യു ക്യാൻ ഡു ഇറ്റ്. തിരിച്ചു പോകാൻ നിനക്ക്. പക്ഷേ എത്രയൊക്കെ ദൂരേക്ക് പറഞ്ഞാലും വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരേണ്ടി വരുന്നുണ്ട്. റിനൗണ്ട് ഡാൻസർ അമ്മു സ്വാമിനാഥനായിട്ടല്ല, എന്റെ അടുക്കളക്കാരിയായിട്ട്, എന്റെ അടിച്ചലിക്കാരിയായിട്ട്. എന്താ വിരോധം ഉണ്ടാവും മോന്? ഏയ്, ഐ മീൻ ഇറ്റ്. ബൈ. പറ്റടാ, ശരി ചേ. All the best. ബൈ. കിരൺ, Okay, take care. bye, Major. ബൈ. See you. Yeah. Here we installed the cooling plant. And this? next to that, the control. Excuse me, sir. ചന്ദ്രേട്ടനാണ്. അർജന്റ് ആണെന്ന് പറഞ്ഞു. Okay. One moment. എന്താ ചേട്ടാ ഇത് പറ്റി? കിരൺ, ദിസ് ആൻ എമർജൻസി. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണം. ലുക്ക് ചന്ദ്രേട്ടാ, ഞാനിവിടെ. നോ കിരൺ, നോ എക്സ്ക്യൂസസ് പ്ലീസ്. ഇത് അമ്മുവിന്റെ ഒരു പ്രശ്നമാണ്. ഷീസ് ഇൻ ബിഗ് ട്രബിൾ. ചന്ദ്രേട്ടാ, അമ്മുന്? നീ ഇപ്പൊ തന്നെ ഓഫീസിലെത്തണം. ഐ വിൽ ബി ദേർ. ഓക്കെ, ഞാൻ വരാം. ദാ, ടേക്ക് എ ലുക്ക്. ചെക്കിടപാടിൽ കബളിപ്പിച്ചു എന്ന് കള്ളത്തെളിവുണ്ടാക്കി അമ്മുവിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു ആ വിക്ടറിന്റെ കിഷൻ പട്ടയുടെ ആൾക്കാര്. പോലീസിൽ അവർ കൊടുത്തിരിക്കുന്ന പരാതിയുടെയും ഡോക്യുമെന്റ്സിന്റെ കോപ്പികളാ ഇതില്. ഫ്രം എ റിലയബിൾ സോഴ്സ്. But how this possible, ചന്ദ്രേട്ടാ? അമ്മു ആർക്ക് എന്തിന് ചെക്ക് എഴുതി കൊടുത്തു വിമാരി പറയുന്നത്? This can't be. നോ കിരൺ, അമ്മു ഇസ് റെസ്പോൺസിബിൾ. But how? പാവം സ്വാമിനാഥൻ സാർ അവസാന കാലത്തെ ഗതികേടിൽ വിക്ടറിന്റെ ഇടപാടില് കണ്ണീ കണ്ടവരോടൊക്കെ പണം പലിശയ്ക്ക് കടം വാങ്ങിച്ചു. ഈടായിട്ട് ഭാര്യയുടെ മകളുടെ പേരിലുള്ള ചെക്ക് തന്നെ വേണമെന്ന് ചിലരെങ്കിലും നിർബന്ധിച്ച് കാണും. നിക്കക്കള്ളി ഇല്ലാതെ സാർ അതിന് സമ്മതിച്ചും കാണും. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്,
പക്ഷെ ഇവന്മാർ ഈ ചെയ്യുന്ന ഒന്നും അമ്മൂനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല കിരൺ. ഒക്കെ രവിയോടാ. രവിയോടുള്ള കണക്ക് തീർക്കവന്മാര്. ആ ബട്ടയും വിക്ടറും ബാസ്റ്റേഴ്സ്. അന്നേ ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ രവിയോട്, യുവന്മാരുടെ അനാവശ്യമായിട്ടുള്ള ശത്രുത ഒന്നും വേണ്ടാന്ന്. ആര് കേൾക്കാൻ? ദാ കണ്ടില്ലേ, ഇവിടെ ഷാർജയിലും അബുദാബിയിലായിട്ട് 3 കേസുകൾ അവർ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോ പറഞ്ഞില്ലേ കിരൺ, ഇനിയിപ്പോ ഏത് നിമിഷവും അമ്മൂനെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ കയറി വരാം. ഇതിപ്പോ വല്ലാത്തൊരു ട്രാപ്പിലായി പോയല്ലോ നമ്മള്. കിരൺ, ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് അമ്മൂനെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും നമുക്ക് മാറ്റണം. തൽക്കാലം പോലീസിന് എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. ഫ്ലൈറ്റിൽ നിന്ന് അവസാനമായിട്ട് ഫോണിൽ കിട്ടിയപ്പോൾ രവി പറഞ്ഞു അത് തന്നെയാ. പെട്ടെന്ന് റെഡിയാകാൻ ഞാൻ അമ്മൂനോട് പറഞ്ഞിട്ടുണ്ട്. സേഫായിട്ടൊരു സ്ഥലവും ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പം കൂടാതെ ബോർഡർ കിടക്കാനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. യു ഹാവ് ടു ഗോ വിത്ത് അമ്മു. കൂടെ യൂസഫും വരും. പുറപ്പെട്ടപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റുകയാണ്? എന്താ ആലോചിക്കുന്നത്? ബോർഡർ ക്രോസ് ചെയ്തിട്ട് എത്ര ദൂരം പോകുന്നതാണ് നമ്മള്? ഒരു 600 കിലോമീറ്റർ. ചന്ദ്രേട്ടൻ പറഞ്ഞൊരു വാശി തോന്നിയിട്ട് പെട്ടെന്ന് അമ്മൂനെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പോയെങ്കിലും എവിടെയൊക്കെ എന്തൊക്കെയോ ശരിയല്ലാത്ത പോലെ, ശരിയല്ലാത്ത എന്തൊക്കെയോ ചെയ്യുന്നൊരു തോന്നൽ പോലെ. എങ്ങനെയെങ്കിലും മേജറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. എനിത്തിങ് റോങ് കിരൺ? ഏയ്, വെറുതെ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ട് ഞാൻ ഓരോന്നും എന്നോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അമ്മ പറയിടാണ്ട, യു റിലാക്സ്. मुनीर, मुनीर। हाँ, मैं इधर ही हूँ साहब। अस्सलाम वालेकुम। वालेकुम सलाम. येलो. जी. ശരിക്കും ഇത് ആരുടെ സ്ഥലം യൂസഫ്? എന്തോ ചന്ദ്രേട്ടന്റെ ഏതോ പാർട്ണർഷിപ്പിലുള്ള ഇടപാടാണെന്ന് അറിയൂ. മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട് ഞാനിവിടെ. ദിസ് ഇസ് എ സേഫ് പ്ലേസ്. ദാ ആവശ്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവനോട് പറഞ്ഞാൽ മതി, ഇവൻ നോക്കിക്കൊള്ളും. देखो मुनीर, साहब और मेम साहब को अच्छी तरह ख्याल रखना. जी साहब. അപ്പൊ നീ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ പോയാൽ അത്യാവശ്യം പ്രൊവിഷൻസ് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി വേണ്ടതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി തന്നെ തിരിച്ചു പോകണം. എനിക്ക് തിരിച്ചു പോകാനോ? വാട്ട് ഡു യു മീൻ? ഞാൻ തിരിച്ചു തന്നോളാനാ ചന്ദ്രേട്ടന്റെ കൽപ്പന. അറിയാലോ, മേജർ സ്ഥലത്തില്ലാത്തപ്പോ ചന്ദ്രേട്ടന്റെ കമാൻഡിലാ ഞാൻ. അതാ പതിവ്. ഏയ്, അമ്മ സമാനപ്പെട്ടോളൂ. ഇവിടെ ഒരു കുഴപ്പം വരാൻ പോണില്ല അല്ലേടാ? യെസ്. നീ പോയിക്കോ. പോയിട്ട് വേമ്പ. ഓക്കെ മാഡം, ഇപ്പൊ ഞാൻ എത്തും. ഒരു 1.5 മണിക്കൂർ. കം. Don't move! साले कुत्ते! मार देगा! Sorry, sir. Really, sir. Come on, get up. Come on, come on, come on, come on. अरे 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 इतना मारो तू इसको, दिमाग खराब हो गया तुम्हारा. आई एम सॉरी यूसुफ. देखो നീ രവി മാമന്റെ വിശ്വസ്തനായി പോയല്ലേ. ദാറ്റ്സ് വൈ ഐ ഫോഴ്സ്.
ദാ ഇങ്ങനെ നിന്നെ ബലം പ്രയോഗിച്ച് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട് ചന്ദ്രേട്ടന്. ഒരു സിഗരറ്റ് വേണോ നിനക്കൊന്ന് റിലാക്സ് ചെയ്യാൻ? ഓർ എ ഡ്രിങ്ക്? ചന്ദ്രേട്ട നിങ്ങള് കൂൾ ഡൗൺ യൂസഫ്. കണ്ണിന്റെ മുമ്പിൽ പെട്ടെന്ന് ഇങ്ങനെ ചന്ദ്രേട്ടനെ കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നീ എന്ന് എനിക്കറിയാം. ഇത്രയധിക കാലം ആട്ടും തുപ്പും അധിക്ഷേപം ഒക്കെ സഹിച്ച് നിന്നെപ്പോലെ തന്നെ രവിയുടെ കൂടെ നിന്നവനായി ഞാനും. പക്ഷേ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഒറ്റയടിക്ക് ചന്ദ്രേട്ടനെ ചവിട്ടി പുറത്താക്കിയിട്ട് എല്ലാം അങ്ങ് കൈയടക്കി കളയാമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ. നോ, നെവർ. നിന്റെ രവി എപ്പോഴും ഇങ്ങനെ ചന്ദ്രേട്ടനെ കളിയാക്കി പറയാറില്ലടാ, ഗാംബ്ലർ എന്ന്. ഉള്ളിന്റെ ഉള്ളിൽ അത് തന്നെയാ ചന്ദ്രേട്ടൻ ഇപ്പോഴും, ചൂതാട്ടക്കാരൻ. സോ ദാറ്റ്സ് ഇറ്റ്. ചന്ദ്രേട്ടൻ കൂറുമാറി ചവിട്ടുന്നു. ചന്ദ്രേട്ടൻ തനിച്ചല്ല, കൂടെ നീയും. എന്താ രവി നിന്റെ പേരിൽ ഏതെങ്കിലും കാലത്ത് എഴുതി വയ്ക്കൂന്ന് വീമ്പിളക്കുന്നത് പോലെ ദുബായ് പോർട്ടിലെ 1.25 ചക്രത്തിന്റെ ഉണക്കമീൻ കച്ചവടം അല്ല ഇത്. ദാ ഒന്ന് മൂളിയാ മതി നീയ്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ, ഇല്ലെങ്കിൽ ബോംബെയില്. നീ ചോദിക്കുന്ന പണം നിനക്ക് തരും ബട്ടാജി, ഇൻ ക്രോഴ്സ്. പകരം കൂടെ നിന്ന് ഒപ്പം നടന്ന് ഈ ബട്ടാജിയുടെ കാൽ ചുവട്ടിക്കൊണ്ട് എറിഞ്ഞു കൊടുക്കണം നമുക്ക് രവിയെ. പ്ലീസ് എന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ ഹി ക്യാൻ ഗോ ബാക്ക്. ഒരു പോറല് പോലും ഏൽക്കാതെ തിരിച്ചു പോയിക്കോട്ടെ യൂസഫ്. അറേ യെസ്, ജീവനോടെ വിട്ടാൽ ഇവൻ എല്ലാം ചെന്ന് രവിയോട് പറയും, അത്രയല്ലേ ഉള്ളൂ. ഐ ഡോണ്ട് കെയർ. എന്നായാലും രവി ഇതൊക്കെ അറിയാനുള്ളതല്ലേ. പക്ഷെ അതിന്റെ പേരിൽ ഇവന്റെ ജീവൻ എടുക്കാൻ പാടില്ല. ഹി ഷുഡ് ഗോ. ബട്ടാജി, ഇറ്റ്സ് എ റിക്വസ്റ്റ്, പ്ലീസ്. ചന്ദ്രേട്ടന്റെ കാർ പുറത്തുണ്ട്, നിനക്ക് പോകാം. യൂസഫ്, son of a bitch. अरे विक्टर, अरे ये तो कमाल का आदमी निकला यार. देख. ഹലോ 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 ചന്ദ്രേട്ടൻ. എന്തേ കിട്ടുന്നില്ല ചന്ദ്രേട്ടനെ? വിളിച്ചിട്ട് ലൈൻ ത്രൂ ആവുന്നില്ല. ഒരുപക്ഷെ ചന്ദ്രേട്ടൻ ഇങ്ങോട്ട് പുറപ്പെടണമെങ്കിലോ, അല്ലെങ്കിൽ യൂസഫ് അവിടെ എത്തി കാണില്ല. ചെല്ലട്ടെ, അവര് വിളിക്കും. എന്നാൽ ഇതുവരെ രവിച്ചാനും വിളിച്ചില്ലല്ലോ കിരൺ. ഏയ്, സമയം കിട്ടിക്കാണില്ല ഇച്ചായന്. ആശുപത്രി കിടക്കരി ഇന്ന് മാറാൻ സമ്മതിച്ചു കാണില്ല ചന്ദൻ പാപ്പ. അല്ലെങ്കിൽ പിന്നെ ഈ പാവം ലെഫ്റ്റനന്റിനെ വിളിച്ചില്ലേലും അടുക്കളക്കാരെ വിളിക്കാൻ മറക്കുകയല്ല മേതർ. അതെ, അമ്മ പോയി കിടന്നോളൂ. ഞാൻ ട്രൈ ചെയ്തോളാം ചന്ദ്രേട്ടനെ യൂസഫിനെയൊക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മുനീർ, മുനീർ, അമ്മു, 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 freeze! I said freeze! Hey, drop the gun, Job! वरना मैं तेरी अम्मू को उड़ा दूंगा. Hey, no! Come on, come on, hurry up! Move, move, move! Hurry up! Come on! Hey, लड़की को लेके आओ.
ഇതൊന്നും മനഃപൂർവ്വമല്ല മോളെ. It's all because of him. He made me a cheat. ദാ ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഒടുവിൽ ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നത് ചന്ദ്രൻ നായർക്ക്. ഭട്ടാജി, shoot him. Come on, shoot this bloody Rita, please. चुप कर। रतन, ले जा इस लड़की को। जल्दी जल्दी ले जाओ, ले जा साली को, ले जा, ले जा, ले जा साली को। Don't move. चुप साले, मामा, साले चुप। Hey, drop the guns. Hey, drop the guns. I will shoot this bastard. No. Come on, drop it. Come on. പറടാ, തിരിച്ചു വിടടാ മോനെ. No, 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 no. ഇല്ലെങ്കിൽ ഇവനെ. विक्टर, तूने तो कमाल कर दिया यार। चल साले, चल। साला मुझको मारेगा ये। उल का पट्टा साला। है रतन? जी, आजा। आग लगा दो इसे। जी। जैसे रवि मामन ने शकील को लगाई थी, पूरी बिल्डिंग में आग लगा दो। ठीक है। चल, चलना है।